ഗുഡ് ഈവനിങ്. ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആട്ടോ. ഇതുവരെ ഞാൻ ഈവനിങ് വ്ലോഗ് ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയാണ് വൈകുന്നേരം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. എല്ലാവർക്കും സൺഡാൻ വാരിക്കോര് തന്നിട്ട് പുള്ളി പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് കയറി. ഡാബർ അമലയുടെ ഓയിലാട്ടോ ഞാൻ തേക്കുന്നത്, എന്നൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ. ഫേസ് വാഷിനായിട്ട് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ക്രബിനായിട്ട് ഡോക്ടർ റഷ്യലിന്റെ ഡിറ്റാൻ സ്ക്രബ് ആട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് അടിപൊളി സംഭവം ആട്ടോ. കുറച്ച് നാൾ ഞാൻ ഫേസ് വാഷിന് പകരം ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ്. അങ്ങനെ കുളിയും സ്കിൻ കെയറും ഒക്കെ കഴിഞ്ഞു. സ്കിൻ കെയർ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട്. എന്നാലും മോയ്സ്ചറൈസർ കാണിക്കാം. പോൺസിന്റെ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് കൊടുത്തേക്കാവേ. ചെടികൾ എന്റെ വീക്ക്നെസ് ഒന്നും അല്ല, എങ്കിലും ഈ മണി പ്ലാന്റിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ നോക്കുന്നേ ഇല്ലായിരുന്നു. നമുക്ക് മാത്രമല്ലല്ലോ ദാഹം, ഇവർക്കും ദാഹം വിശപ്പൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ പിള്ളേരെല്ലാരും മുമ്പത്തേക്കാൾ ഉഷാറായിട്ടുണ്ട്. പോകാറായതുകൊണ്ട് തന്നെ സൂര്യന്റെ ചിത്രപ്പണികളെല്ലാം ഭിത്തിയിലുണ്ടായിരുന്നു. എന്നാ പിന്നെ കുറച്ച് സൺഗസ്റ്റ് ഫോട്ടോയും വീഡിയോസും എടുക്കാന്ന് വെച്ചു. അതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സ്റ്റോറേജ് ഫുള്ളാകാറായപ്പോഴാണ് ഓർത്തത് കഴുകിയിട്ട തുണി വിരിച്ചിട്ടില്ല. പുള്ളി പോകും മുമ്പ് വിരിച്ചിട്ടാൽ മാത്രമേ നാളെ രാവിലെ എനിക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് ശേഷം ഒരു കട്ടൻ ചായ കുടിക്കാനായിട്ട് തോന്നി. ചായ പതിവില്ല, വല്ലപ്പോഴും കോഫി കുടിക്കും. അങ്ങനെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് സ്ക്രിപ്റ്റ് എഴുതാന്ന് കരുതി. സിനിമയുടെ അല്ല, യൂട്യൂബിന്റെ സ്ക്രിപ്റ്റ് ആട്ടോ. പിന്നെ കുറച്ചു നേരം അതിന്റെ പുറകിലായിരുന്നു. കുറച്ച് ആലോചിച്ചു, കുറച്ച് എഴുതി, കുറച്ച് വെട്ടിക്കളഞ്ഞു. അങ്ങനെ എത്ര ഇട്ടതും ഇടാത്തതുമായ സ്ക്രിപ്റ്റുകൾ എന്റെ ബുക്കിൽ ഇനിയും ഉണ്ടെന്നോ. ചിലപ്പോഴൊക്കെ സമയം കിട്ടില്ല, ചിലപ്പോഴൊക്കെ കുറച്ച് മടിച്ചിയാവും. ചിലപ്പോൾ ഞാൻ ആലോചിച്ചു വെച്ചതും എഴുതി വെച്ചതുമായ കണ്ടന്റ്സ് എന്നെക്കാൾ മുമ്പ് ആരെങ്കിലും ഇടുന്നത് കണ്ടാൽ പിന്നെ ഇടാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ വേണ്ടാന്ന് വെക്കും, കുറച്ചൊക്കെ പിന്നാവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ കട്ടൻ റെഡി ആയിട്ടുണ്ടേ. കട്ടനും പരിപ്പുവടയും അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കട്ടനും മിക്സറും അല്ല, കട്ടനും മിക്സ്ചറും. ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായിരിക്കും അല്ലെ. എന്നാൽ ഈ കട്ടനകത്ത് കുറച്ച് മിക്സറും കൂടി ഇട്ട് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ കട്ടൻ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി 2 പ്രോഡക്റ്റ് കാണിച്ചു തരാം. പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് റിസൾട്ട് കിട്ടിയ 2 പ്രോഡക്റ്റ് ആട്ടോ. ആദ്യത്തേത് എന്റെ ലിപ്പിന്റെ പിഗ്മെന്റേഷനും ഡാർക്കും ഒക്കെ മാറ്റി തന്ന ഈ ഒരു സീക്രട്ട് സംഭവത്തിനെ കുറിച്ചിട്ടാട്ടോ. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം, ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അടുത്തത് ആൽഫ്സ് ഗുഡ്നസിന്റെ ഈ ഒരു റോസ്മേരി വാട്ടർ ആട്ടോ. ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അടിപൊളി ഒരു റിസൾട്ട് ആണ് തന്നത്. ഒരു കുപ്പിയും കൂടെ മേടിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഞാനൊരു നെയിൽ പോളിഷ് ലവർ ഒന്നും അല്ല, പക്ഷെ ഒരുപാട് നാളായി ഇട്ടാൽ തന്നെ ഭയങ്കര കളറൊന്നും ഇടില്ല, ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാന്ന് വിചാരിച്ചു. ഇത്രയുള്ളൂ എൻ്റെ കൊച്ചൊരു ഈവനിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.